സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ പിക്സൽ GTV. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കുന്ന ഗെയിം ബെഡ് വാഴ്സ്. അതാണ് ഗെയിം. ഓക്കെ, ബെഡ് വാഴ്സ് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പോലത്തെ ഗെയിമാണ്. അതായത് മൈൻക്രാഫ്റ്റ് ബെഡ് വാഴ്സിൻ്റെ ആ ഒരു മാപ്പ്, ആ ഒരു രീതിയിലുള്ളൊരു ഗെയിമാണ്. മൈൻക്രാഫ്റ്റ് ബെഡ് വാഴ്സ് ന്യൂബായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് മാക്സിമം പ്ലെയർ ആകാൻ പറ്റും. കാരണം ഇതിനകത്ത് മൈൻക്രാഫ്റ്റ് ഇല്ലാത്ത കുറേ ഗുണങ്ങളുണ്ട്. ഇതും കൊണ്ട് മൈൻക്രാഫ്റ്റ് പ്ലെയർ ആകാൻ ചെല്ലരുത്, ചത്തുപോകും. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോവാം. അതായത് ഇതിൽ കുറച്ച് നേരം കളിച്ചിട്ടുള്ളൂ, 2-3 മിനിറ്റ് ആയിട്ട്, രണ്ട് മൂന്ന് കളിയായിട്ടുള്ളൂ. എനിക്ക് മുമ്പ് മാപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് പറയുന്നത്, രാത്രി ഇതിനു മുമ്പ് എനിക്കൊരു വേറെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അക്കൗണ്ടൊക്കെ പോയി. ഞാൻ ചെറുപ്പത്തിൽ കളിച്ച ഗെയിമാണ്. മൈൻക്രാഫ്റ്റൊക്കെ തുടങ്ങിയ സമയത്ത് പിന്നെ കളിക്കാൻ നിന്നില്ല ഗൈസ്. പിന്നെ എനിക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി, പക്ഷെ പഴയ ഒരു സാധനങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യരുത്. നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് കളിക്കാവുന്നതാണ്. ഐഡിയ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, ലോഡായിട്ടുണ്ട്, സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടായി കഴിയും ഗൈസ്. അങ്ങനെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നമ്മുടെ കളികളൊക്കെ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ നമ്മൾ പോയിരുന്ന് എടുക്കുക. നമ്മളെ കയറാണെങ്കിൽ ഇവിടെ ഗോൾഡാണ്. ഗോൾഡ് എന്തായി കഴിക്കുന്നത് ചോദിക്കരുത്, ഗെയിമിങ്ങാണ്. സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഗൈസ് അതൊക്കെ ഉണ്ടാകും. ഞാൻ പഠിച്ച അവൻ വലിയ പ്ലെയറാണ്, നമ്മളൊക്കെ സാധാ പ്ലെയറാണ്. നമ്മൾ ടീം മഞ്ഞയാണ്. നമുക്ക് ആ ബെഡൊന്ന് കവർ ചെയ്യാം. നമ്മൾ പ്രോയാണ്. നമ്മൾ ആദ്യം തന്നെ ബെഡ് കവർ ചെയ്ത് പോയി. കവർ ചെയ്തോളൂ. അതിൻ്റെ മറ്റേ സ്റ്റോണൊക്കെ ഉണ്ട്. ആ സ്റ്റോൺ വെച്ച് കവർ ചെയ്യും. നമ്മളിവിടെ ഇരുന്ന് ലൂട്ടെടുക്കും. പയ്യെ നമുക്ക് ഗോൾഡ് ആർമറൊക്കെ ആകും. ഇപ്പോൾ ഗോൾഡ് ആർമർ, കുറച്ചും കൂടെ ഗോൾഡ് വേണം. നമ്മളിപ്പോൾ അയൺ ആർമറിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ടൂൾസൊക്കെ എടുക്കാം. ഈ പിക്കാക്സ് എന്താണെന്ന് അറിയാത്തവർക്ക്, അതായത് അതൊന്നുമില്ല, ബെഡ് വാഴ്സിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ പിക്കാക്സ് കൊണ്ടുള്ള ഗുണം, ഈ പിക്കാക്സ് വെച്ച് നമുക്ക് സ്റ്റോൺ പൊട്ടിക്കാം, മാക്സ് വെച്ച് വുഡ് പൊട്ടിക്കാം. അതാണ് ഗുണം. കത്രിക വെച്ച് വൂള് പൊട്ടിക്കാം. പിന്നെ ഈ ബെഡ് വാഴ്സ് എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ അതേക്കുറിച്ചും പറഞ്ഞു തരാം. ഈ ബെഡ് വാഴ്സിൽ 4 പേരാണുള്ളത്. 4 ടീം അടങ്ങുന്ന 4 സ്ക്വാഡ്. 4 സ്ക്വാഡിൽ 4 പേര് വീതം. അപ്പോൾ ഇവർ ഈ ടീമിൽ ബെഡ് ഓരോരുത്തർക്കും ഓരോ ബെഡാണ്. ഇവർ ഈ ബെഡിലാണ് റീസ്പോൺ ആകുന്നത്. ഈ റീസ്പോൺ ആകുന്നിടത്ത് ഒരു ബെഡ് പൊട്ടിച്ചാൽ റീസ്പോൺ പോകും. അങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്. നമ്മളിപ്പോൾ റെഡീൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതേപോലെ വ്യക്തമായിട്ട് അടുത്ത കളിയിൽ മനസ്സിലാക്കി തരാം. ഇത് സൈഡിൽ നിന്ന് ഒരു റെഡ് ബോൾ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നേരെ പോകാം. നമുക്ക് റെഡ് പൊട്ടിക്കാം. ഇതൊന്നും ഇവിടെ ഫോളോ സ്റ്റക്കായി. ഓക്കെ, ഇത് നമുക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് നോക്കണ്ട. ആക്സ് വെച്ച് ഭയങ്കര സ്റ്റോണായി, അല്ല വുഡായിട്ട് പൊട്ടിക്കാൻ ഭയങ്കര പാട്. കൊന്നു ഗിസ്കിനെ കൊന്നിട്ടുണ്ട്. കണ്ട ഗൈസ്, ഇത്ര ഉള്ള കാര്യം, ഈസി. പിന്നെ ഞാൻ പറഞ്ഞ ഇതിനകത്ത് എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ. അത് ബഗ് വന്നതാണ്. ഇല്ല, ഫൈറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. നമുക്ക് ഈ ഒരു ഇത് പിടിച്ചിങ്ങനെ തിരിച്ച് ഇറക്കി കളിച്ചാൽ മതി. തന്നെ അറ്റാക്ക് ചെയ്തോളൂ. കിടന്ന് ക്ലിക്ക് ചെയ്തോണ്ടിരിക്കണ്ട. ഏതാണ് ജാവ ബെഡ്റൂക്കും കൂടെ കൊളാബ് അടിച്ച പരിപാടിയാണ്. എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറയാം. ഇതിനകത്ത് പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ അതവിടെ പില്ലറിങ് ആണ്. പില്ലറിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പില്ലർ ചെയ്തിട്ട് ഇതെടുത്ത് ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഗോൾഡ് വേണം. മറ്റേ സോഡൊന്ന് അപ്ഗ്രേഡ്. നമുക്ക് പോകാനുള്ളത് ബ്ലൂ ആണ്. ബ്ലൂ അതല്ലേ? അല്ല, അത് ബ്ലൂ ഇതല്ലേ? അല്ല, നമ്മളിത് വന്ന വഴിയല്ലേ? ഇത് ബ്ലൂ അല്ലേ? ഇത് റെഡ്, ബ്ലഡി ഫുൾ. അത് ഗ്രീൻ. അത് ബ്ലൂ അല്ലേ? അല്ല, ഇതാ ബ്ലൂ. ഇത് ചുറ്റിനും മൊത്തവും അതാണ് ബ്ലൂ. നമ്മൾ ബ്ലൂവിൻ്റെ നേരെ കുതിച്ച് പോയാണ്. നമ്മൾ പ്രോ ആയതുകൊണ്ട് നമുക്ക് നേരെ പോയി അടിക്കാം. ഓക്കെ, നമുക്ക് നേരെ അടിക്കാം. നമ്മുടെ ടീം ഫുൾ അവൻ്റെ ഇതിലാണ് കേട്ടോ.
നമ്മൾ അറ്റാക്ക് ചെയ്യണോ. അടി അടിയിട്ടുണ്ട്. ഓക്കെ ചത്ത് അടുത്ത അവിടെ പോവാൻ അവന് ചത്ത് അതിനൊക്കെ ചത്തത് അതായത് അവൻ ചത്തില്ല ഇപ്പം ചത്തില്ലേ ഇപ്പം ചത്ത് അടുത്ത ഓക്കെ അവൻ ചത്ത് അടുത്തവൻ ഇതേമാതിരി ഇങ്ങനെ റീസ്പോൺ ആയിക്കൊണ്ടേയിരിക്കും അടുത്ത വന്ന് ഞാൻ സൈഡിൽ നിന്ന് പൊട്ടിക്കാം. അവനറിയണ്ട, ആരും അറിയണ്ട. ഓക്കെ പൊടിയാണ് അടിക്കുന്നു വെപ്പണാക്ക് അടി അത്രയുള്ളൂ. എടാ മാറ മഞ്ഞ ഓക്കെ അപ്പോഴെടുത്തിട്ടുണ്ട്. അടി എല്ലാത്തിനും കൊല്ലി. ഇനി ആരും റീസ്പോൺ ആകത്തില്ല. 6 റീസ്പോൺ ആകുകയും വേണ്ട. അടി എല്ലാവരും ചെയ്യും. എൻ്റെ കഷ്ടപ്പെടാം ഇവിടെ മറ്റേ വരയൊക്കെ പോലെ അതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. കുറേ കാലം 3 ദിവസം കഴിയുമ്പോൾ ഓക്കെ കള്ള് കഴിഞ്ഞു. കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ പെട്ടെന്ന് കളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിൻ്റെ ടോപ്പ്. നമുക്ക് 11 കില്ലുണ്ട്. നമ്മൾ മരിച്ചിട്ടില്ല. 3 അസിസ്റ്റ് ഉണ്ട്. ഒരു 2 ബെഡ് പൊട്ടിച്ച് നമ്മൾ 11 കില്ലും എടുത്ത് കളി